ഫാദർ കളത്തിൽ മാത്യു MSFS രചിച്ച പുതിയ ഗ്രന്ഥമാണ് ത്രിത്വൈക ദൈവ വിശ്വാസം. അധ്യായം 4 അനാദ്യന്തനായ ദൈവം. ഭാഗം 3 ദൈവത്തിലുള്ള വിശ്വാസം. സ്തുതികളുടെ ഉത്ഭവം സ്വർഗത്തിലാണ്. അവിടെ മാലാഖമാരും സമൂഹവും ദൈവസ്തുതിയിൽ മുഴുകിയിരിക്കുന്നു. വെളിപാടിന്റെ പുസ്തകത്തിൽ ആരാധനയെ ഇപ്രകാരം വിവരിക്കുന്നു: സ്വർഗത്തിൽ ഒരു തുറന്ന വാതിൽ ഞാൻ കണ്ടു. രാപകൽ ഇടവിടാതെ അവ ഉദ്ഘോഷിക്കുന്നു: ആയിരുന്നവനും ആയിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. വെളിപാട് 4:1-8 വരെ. ഭൗമിക സഭയും സ്തുതിയിൽ പങ്കുചേരും. ദിവ്യ ശുശ്രൂഷകൾ സ്വർഗീയ ലിറ്റർജിയുടെ സ്തുതികൾ കൊണ്ട് നിറഞ്ഞാണിരിക്കുന്നത്. സ്വർഗവാസികൾ ദൈവത്തിന് മഹത്വവും ബഹുമാനവും കൃതജ്ഞതയും അർപ്പിക്കുന്നു. ഭൗമിക സമൂഹത്തിന്റെ പ്രാർത്ഥനകൾ പരിമള ദീപം പോലെ മാലാഖമാർ ദൈവത്തിലേക്ക് സംവഹിക്കുന്നു. ഭൂമിയിലെ ഏതു തരത്തിലുള്ള സ്തുതിയും ദൈവസ്തുതിയുടെ പ്രഘോഷണമാണ്. ഗാനാലാപനങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുവിൻ. വെളിപാട് 5:11 മുതൽ 15, 3-4 വചനങ്ങൾ. എഫേസസ് 5:19, കൊളോസ്സസ് 3:16. ദൈവത്തിലുള്ള വിശ്വാസം. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ മതാത്മക ജീവിതത്തിന്റെ ഉറവിടവും ഉള്ളടക്കവും വിശ്വാസമാണ്. സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തെയും പ്രത്യുത്തരമായി ദൈവത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യനെയുമാണ് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് പരിചയപ്പെടുത്തുക. ദൈവിക പദ്ധതിയായ മനുഷ്യരക്ഷയെന്ന രഹസ്യത്തിൽ മനുഷ്യൻ പങ്കുചേരുക വിശ്വാസം വഴിയാണ്. പുതിയ നിയമത്തിൽ ദൈവത്തിലുള്ള വിശ്വാസം ക്രിസ്തു കേന്ദ്രീകൃതമാണ്. മിശിഹ രഹസ്യമാണ് വിശ്വാസത്തിന്റെ കേന്ദ്രബിന്ദു. വിശ്വാസത്തിന് ആശ്രയത്വം, സമർപ്പണം, ശരണം, ഉറപ്പ്, ബോധ്യം, പ്രത്യാശ എന്നിങ്ങനെ വിവിധ ഘടകങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ദൈവികമായുള്ള മാനുഷികമായ ശരണവും ആശ്രയത്വവുമാണ് വിശ്വാസം. ക്രൈസ്തവ വിശ്വാസത്തിന്റെ അസ്തിത്വത്തിന്റെ ആചരണവും പ്രഘോഷണവുമാണല്ലോ ദൈവാരാധന. വിശ്വാസത്തിന്റെ 2 മുഖങ്ങൾ. 1. വിശ്വാസയോഗ്യനായ വ്യക്തി സ്വയം സമർപ്പിക്കുന്ന പ്രവൃത്തി. ഈ അടിയറവ് സമർപ്പിത വ്യക്തിയെ സമഗ്രമായി ബാധിക്കുന്ന ഒന്നാണ്. വിശ്വാസം എന്നത് മനുഷ്യൻ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ്. വിശ്വാസത്തിന്റെ വിഷയത്തെക്കുറിച്ച്, ഉള്ളടക്കത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക ബുദ്ധിപരമായ വ്യാപാരമാണ്. വിശ്വാസത്തിന്റെ അവശ്യ ഘടകവുമാണിത്. മിശിഹ രഹസ്യമാണ് വിശ്വാസത്തിന്റെ കേന്ദ്രബിന്ദു. വിശ്വാസം അതിന്റെ തനിമയിൽ കാണുന്നത് അബ്രാഹത്തിലാണ്. അളവില്ലാത്ത വിശ്വാസത്തിന് ഉടമ്പടിയെ അനുസരിച്ചുള്ള വിശ്വാസത്തിന് മകുടോദാഹരണമാണ് അബ്രഹാം. നാടും വീടും സ്വത്തുക്കളും സുരക്ഷിതത്വവും എല്ലാം അനിശ്ചിതമായവയ്ക്കു വേണ്ടി അബ്രഹാം കൈമാറി. തനിക്ക് ലഭിച്ച വിളിക്ക് പ്രത്യുത്തരം നൽകിയത് സ്വജീവിതത്തെ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ ഉറപ്പിച്ചുകൊണ്ടാണ്. വാഗ്ദാന പ്രകാരം ലഭിച്ച കുഞ്ഞിനെ ബലിയർപ്പിക്കാൻ തയ്യാറാകുന്നതും ഈ വിശ്വാസം മൂലമാണ്. ദൈവത്തിന്റെ വചനം ശക്തമാണെന്ന് അബ്രഹാം ഉറപ്പായി വിശ്വസിച്ചു. ഇസ്രായേലിന്റെ വിശ്വാസം ഉടമ്പടിയെ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു. ഈജിപ്തിലെ തന്റെ ജനങ്ങളുടെ ദുരിതങ്ങൾ മനസ്സിലാക്കിയ ദൈവം അവർക്ക് രക്ഷ വാഗ്ദാനം ചെയ്യുന്നു. ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നു. എല്ലാം ദൈവത്തിന്റെ കരവേലയാണെന്ന് ബോധ്യപ്പെടുത്തുന്നു. ജനത്തെ വിജയപൂർവ്വം നയിക്കുമെന്ന പ്രത്യാശ ദൈവം അവർക്ക് നൽകുന്നു. ദൈവത്തിന്റെ ഇടപെടലുകൾ, കഴിഞ്ഞകാല സംഭവങ്ങൾ ക്രൈസ്തവന് പ്രത്യാശ എല്ലായ്പ്പോഴും നൽകുവാൻ ഉപകരിക്കണം. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് പ്രത്യുത്തരമായി ദൈവവചനം അവർ അനുസരിക്കണം. പുറപ്പാട് 19:3-9 വരെ. ദൈവത്തെ കേൾക്കുക എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുക എന്നാണ്. ഇസ്രായേൽ വിശ്വസ്തരായിരുന്നപ്പോൾ ദൈവം ഉടമ്പടി പ്രകാരം വാഗ്ദാനം നിറവേറ്റി. തലമുറകൾക്ക് ഈ വിശ്വാസം അവർ കൈമാറി. ഈ വിശ്വാസ ജീവിതത്തിലാണ് ഉടമ്പടിയോടുള്ള വിശ്വസ്തത ഇസ്രായേൽ നിറവേറ്റിയത്. എന്നാൽ ചിലപ്പോഴൊക്കെ ഇസ്രായേൽ ഉടമ്പടിയിൽ നിന്ന് വ്യതിചലിച്ച് വിഗ്രഹാരാധനയിലേക്ക് പോയി. അപ്പോഴപ്പോൾ പ്രവാചകന്മാർ വിഗ്രഹാരാധനയ്ക്കെതിരെ ശബ്ദമുയർത്തി. ദൈവം സൃഷ്ടാവും കർത്താവുമാണെന്നും അവനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാവരുതെന്നും പ്രവാചകന്മാർ പഠിപ്പിച്ചു. ആഹാസ് രാജാവിനെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തിയത് യേശയ്യാ പ്രവാചകനാണ്. വിപ്രവാസകാലം വിശ്വാസ പരീക്ഷണ ഘട്ടമായിരുന്നു. ഈ അവസരത്തിൽ ദൈവം സൃഷ്ടാവും സർവശക്തനും കർത്താവുമാണെന്നും അവനല്ലാതെ മറ്റൊരു ദൈവം ഇല്ലെന്നും പ്രവാചകന്മാർ ജനങ്ങളെ പഠിപ്പിച്ചു. പ്രവാചകന്മാരുടെ വിളിയും ദൗത്യവുമെല്ലാം വിശ്വാസ ജീവിതത്തോടും വിശ്വസ്തയോടും ബന്ധപ്പെട്ടിരുന്നു. വേർപെട്ടുപോയ ജനതയെ പ്രവാചകരിലൂടെ വിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ദൈവം അവരുടെ ഹൃദയങ്ങളെ നവീകരിക്കുകയും ഹൃദയമാലിന്യത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അവർക്ക് നൽകപ്പെട്ട ജ്ഞാനത്തിന്റെ
ഐക്യത്തിന്റെയും അനുസരണത്തിന്റെയും ഉറവിടമായി നിലകൊള്ളുന്നത് ഈ വിശ്വാസമാണ്. രക്ഷ യാവയിൽ തന്നെയെന്ന് ഇസ്രായേലിലെ വിജ്ഞാനികൾ വിശ്വസിച്ചു. ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നതിന് വിജ്ഞാനം വഴികാട്ടിയാവും. യാവയിലുള്ള ഇസ്രായേലിന്റെ വിശ്വാസമാണ് സങ്കീർത്തനങ്ങളിൽ കാണുക. കരുണയുള്ളവൻ, വിശ്വസ്തനായ കർത്താവ്, സർവ്വലോക രാജാവ്. വിപ്രവാസത്തിന് ശേഷം നടന്ന മതപീഡനങ്ങളിൽ രക്തസാക്ഷികൾ വിശ്വാസത്തിനു വേണ്ടിയും മരിക്കുന്നു. പീഡന വിധേയനായ നീതിമാന്റെ വിശ്വാസം ഏറ്റവും ശക്തമാണ്. വിശ്വാസം പരിത്യജിക്കുന്നതിന് പകരം പുനരുത്ഥാനം, അമർത്യത എന്നിവ വഴി വിശ്വാസത്തിൽ അവർ ആഴപ്പെടുകയാണ് ചെയ്തത്. വിജാതീയരും മിഷൻ പ്രവർത്തനത്തിന്റെ ഫലമായി അബ്രാഹത്തിന്റെ ദൈവത്തില് വിശ്വസിച്ചു. പുതിയ നിയമത്തിൽ ആദിമ ക്രൈസ്തവരുടെ സമൂഹങ്ങൾ വിശ്വാസികൾ എന്നറിയപ്പെട്ടു. വിശ്വാസികൾ എന്നാൽ വിശ്വാസം സ്വീകരിക്കുന്നവർ. ക്രിസ്ത്യാനിയായിരിക്കുക എന്നാൽ വിശ്വസിക്കുക എന്നർത്ഥം. പുതിയ നിയമ വിശ്വാസം പഴയ നിയമ വിശ്വാസത്തിന്റെ തുടർച്ചയാണ്. പുതിയ നിയമത്തിൽ ദൈവത്തിലുള്ള വിശ്വാസം ക്രിസ്തു കേന്ദ്രീകൃതമാണ്. പഴയ നിയമത്തിൽ വാഗ്ദാനം ചെയ്തത് ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ ദൈവത്തിന് വിരുദ്ധമായിട്ട് ഉള്ളവയിൽ നിന്ന് പിന്മാറി ദൈവത്തെങ്കിലേക്ക് തിരിയുക, മാനസാന്തരം ആണ് വിശ്വാസം. മിശിഹായുടെ വിശ്വാസ മനോഭാവവും മിശിഹായിലുള്ള വിശ്വാസവുമാണ് ക്രൈസ്തവ വിശ്വാസം. ദൈവം സർവശക്തനാണ് എന്ന വിശ്വാസമാണ് അസാധ്യമായവയ്ക്ക് വേണ്ടി മിശിഹായെ സമീപിക്കുന്നതിന് ജനങ്ങളെ പ്രേരിപ്പിക്കുന്നു. വിശ്വാസം മനുഷ്യനിൽ ദൈവം പ്രവർത്തിക്കുന്നതിന് പലപ്പോഴും വാതിൽ തുറന്നിടും. വിശ്വസിക്കുന്നത് പോലെ സംഭവിക്കട്ടെ എന്ന പ്രത്യുത്തരമാണ് മിശിഹായുടെ. വിശ്വാസം വഴി മനുഷ്യൻ സ്വയം സമർപ്പിക്കുന്നു, ദൈവേഷ്ടത്തിന് സ്വയം സമർപ്പിക്കുന്നു. അത്ഭുത പ്രവൃത്തികൾ കണ്ട് നിസ്സഹായനായ മനുഷ്യൻ വർദ്ധിച്ച പ്രത്യാശയോടെ ദൈവത്തിൽ ശരണപ്പെടുന്നു. ഈ വിശ്വാസം മിശിഹായുടെ ദാനമാണ്. വിശ്വാസം ഭയത്തിന് വിപരീതമാണ്. ഭയപ്പെടുന്ന ശിഷ്യരെ മിശിഹ ശാസിക്കുന്നുണ്ട്. സംശയത്തിന് അതീതമാണ് വിശ്വാസം. വിശുദ്ധ പത്രോസ് മിശിഹായുടെ ആജ്ഞ അനുസരിച്ച് വെള്ളത്തിന് മീതെ നടക്കുന്നു. വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ മിശിഹായിലേക്കുള്ള വരവിനെയാണ് ഉന്നം വയ്ക്കുക. ഭയത്തെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുന്ന വിശ്വാസമാണ് ആവശ്യം. വിശ്വാസം പ്രവൃത്തികൾ വഴി സഫലീകരിക്കപ്പെടുന്നു. മിശിഹായുടെ നിസ്സംഗ മനോഭാവത്തെ അതിലംഘിക്കുന്നതിന് വിശ്വാസത്തിന് കഴിയും. മിശിഹായും പിതാവിൽ എപ്പോഴും ശരണവും ആശ്രയവും വച്ചിരുന്നു. പീഡാനുഭവവും മരണവും വഴി തന്റെ സഹോദരങ്ങളുടെ വിശ്വാസത്തെ അവൻ പൂർണ്ണതയുള്ളതാക്കി. വിശ്വാസത്തിന്റെ അതിനാഥൻ അവിടുന്നാണ്. മിശിഹായെ അനുകരിക്കുന്നതിലാണ് വിശ്വാസം പൂർണ്ണമാകുന്നത്. പൂർണ്ണമായ വിശ്വാസ പ്രഖ്യാപനം പത്രോസിന്റേതാണ്. പുനരുത്ഥാന വിശ്വാസം മിശിഹായെ കർത്താവും രക്ഷകനുമായി ഏറ്റുപറയുന്നതിന് ശിഷ്യന്മാരെ പ്രാപ്തരാക്കി. ഈ വിശ്വാസത്തിന് വേണ്ടി അവർ സ്വജീവനെ സമർപ്പിച്ചു. പത്രോസിന് വെള്ളത്തിന് മീതെ നടക്കുവാൻ സാധിച്ചത് കർത്താവുള്ള വിശ്വാസം കൊണ്ടാണ്. വിശ്വാസം ക്ഷയിക്കുമ്പോൾ നാം ചാഞ്ചല്യമുള്ളവരാകും. ദൈവത്തിൽ ആശ്രയിക്കുന്നവന് അവന്റെ ശക്തിയിൽ ഭാഗഭാഗിത്വം ലഭിക്കുന്നു. ദൈവത്തിന്റെ ശക്തി മിശിഹായിൽ മാത്രമല്ല തന്റെ വിശ്വസ്തരായ അനുയായികളിലും പ്രത്യക്ഷമാകും. വിശ്വാസം ദൈവിക ദാനമാണ്. ശിഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മറ്റുള്ളവർക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്തത് വിശ്വാസത്തിന്റെ അപര്യാപ്തത കൊണ്ടാണ്. ദൈവവചനം കേൾക്കുകയും അത് പാലിക്കുകയും ചെയ്യുക ശിഷ്യന്മാർക്ക് നൽകപ്പെട്ടിരിക്കുന്ന വരമാണ്. ലൂക്ക 8:20. പത്രോസാണ് പൂർണ്ണമായ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നത്. വിശ്വാസമില്ലാതെ രക്ഷ പ്രാപിക്കുക അസാധ്യം. വിശ്വാസത്തിൽ നിന്ന് ഒരുവനെ പിന്തിരിപ്പിക്കുക ഗൗരവാർഹമായ പ്രവൃത്തിയാണ്. മർക്കോസ് 9:42, ലൂക്ക 8:12, മത്തായി 16:13 മുതൽ 20. ശിഷ്യത്വത്തിനു വേണ്ടി എല്ലാം ഉപേക്ഷിക്കുമ്പോൾ വിശ്വാസം അനിവാര്യമായി തീരുന്നു. ആയതിനാൽ എല്ലാവരിൽ നിന്നും എല്ലാറ്റിൽ നിന്നും പിന്തിരിഞ്ഞ് ക്രിസ്തുവുമായുള്ള ആത്മീയ ഐക്യത്തിൽ ജീവിതകാലം മുഴുവൻ കഴിയുക. ദാരിദ്ര്യത്തിലും കുരിശു വഹിക്കുന്നതിലും പങ്കുചേരുക. അവഹേളിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതിലും പങ്കുചേരുക. വിശ്വാസം വെളിപാടിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. കാരണം വെളിപാടിന് നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം. പുതിയ നിയമത്തിൽ വിശ്വാസം എന്ന വാക്കുകൊണ്ട് വിവക്ഷിക്കുക ദൈവം മിശിഹായിൽ പ്രവർത്തിക്കുകയും വാഗ്ദാനം ചെയ്യുകയും ചെയ്തവ പ്രത്യാശയോടെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നതാണ്. രക്ഷയുടെ സന്ദേശം സ്വീകരിക്കുന്നതാണ് വിശ്വാസം. ഇതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുക. വിശ്വാസം രക്ഷാകരമാണ്. അതിന്റെ ഫലദായക
നിർണായകത്വം മിശിഹായുടെ മരണോത്ഥാനത്തിൽ നിന്നാണ്. നിയമത്തിന് പ്രദാനം ചെയ്യുവാൻ കഴിയാതിരുന്ന നീതി ലഭ്യമാക്കുന്നതിന് വിശ്വാസം ശക്തമത്രേ. വിശ്വാസത്തെ അനുസരണമായി പൗലോസ് വിശേഷിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്തോസ് 15:3 മുതൽ 5 വരെ, റോമ 8:4 മുതൽ, ഗലാത്യ 5:16. വെളിപാടിന് നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം എന്ന് വിശുദ്ധ പൗലോസ് പറയും. ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണത്തിൽ നിന്നും അത് കേൾക്കുന്നതിൽ നിന്നും വിശ്വാസം ഉരുത്തിരിയുന്നു. സുവിശേഷത്തിന് നൽകുന്ന അംഗീകാരം, സമ്മതം, കീഴ്വഴക്കം ഇവ വിശ്വാസവുമായി ബന്ധമുണ്ട്. ക്രിസ്തുവിലുള്ള വിശ്വാസം, ക്രൂശിതനായ ക്രിസ്തുവിലുള്ള വിശ്വാസം, ഉത്ഥിതനായ ക്രിസ്തുവിലുള്ള വിശ്വാസം ഇവ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. ഈ വിശ്വാസത്തിന്റെ സവിശേഷത അബ്രാഹത്തിൽ കാണുവാൻ കഴിയും. വിശ്വാസവും അനുസരണവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. യേശു കർത്താവാണെന്ന് ഏറ്റുപറയുക. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. ക്രിസ്തുവിലുള്ള പുതിയ അസ്തിത്വത്തിന്റെ അടിസ്ഥാനമാണ് വിശ്വാസം. ദൈവ തിരുമനസ്സിന് വിധേയത്വം നൽകുന്ന മനുഷ്യ മനസ്സിന്റെ ആന്തരിക ഭാവത്തെ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ ബാഹ്യമായി പ്രകടിപ്പിക്കാം. പൗലോസ് തനിക്ക് ലഭിച്ച വിശ്വാസ സംഹിതയെ കാര്യമായിട്ടെടുക്കുന്നുണ്ട്. ഈ വിശ്വാസം അനിവാര്യമാണ്. ജ്ഞാനസ്നാനം ക്രിസ്തുവിലുള്ള പുതിയ വ്യക്തിത്വത്തിന്റെ ആദ്യ പടിയാണ്. പ്രസാദപരം വഴി പ്പെടുത്തപ്പെട്ട ശേഷം പൗലോസ് വിശ്വാസത്തിന് ഏറ്റവും അധികം ഊന്നൽ നൽകുന്നുണ്ട്. വിശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യമാണ് നീതീകരണം. നിയമം വഴിയല്ല, വിശ്വാസം വഴിയാണ് നീതീകരണം. പാപപരിഹാരാർത്ഥമുള്ള ക്രിസ്തുവിന്റെ മരണത്തിന്റെ ഫലങ്ങൾ വ്യക്തികൾക്ക് വിശ്വാസം വഴി ലഭിക്കുന്നു. എല്ലാവരും പാപത്തിന് അടിമകളാണ്. നിയമത്തിന് അവരെ രക്ഷിക്കുവാൻ കഴിയില്ല. നിയമം പാപത്തെക്കുറിച്ച് അറിവ് നൽകുന്നു. ക്രിസ്തു വഴി മാത്രമേ മനുഷ്യന് രക്ഷപ്പെടുവാൻ കഴിയൂ. റോമ 2:19, 3:21, 8:3. ക്രിസ്തുവിലുള്ള രക്ഷാകർമ്മം വഴി ദാനമായി മനുഷ്യൻ കൃപയാൽ രക്ഷിക്കപ്പെടും. റോമ 3:24. പ്രസാദപരത്തിന് നിദാനം വിശ്വാസമാണ്. ക്രിസ്തു നിയമത്തിന്റെ അന്ത്യമായി. ക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്തിന് ശേഷം രക്ഷയ്ക്കുള്ള ഏകമാർഗം ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. നിയമം പ്രവൃത്തിയോടെന്ന പോലെ പ്രസാദപരം വിശ്വാസത്തോട് ബന്ധപ്പെട്ടിരിക്കും. വിശ്വാസത്തിന്റെ ആഗമനത്തോടെ നിയമത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നവരായ നാം ക്രിസ്തുവിന്റെ രക്ഷാകര കർമ്മത്തിലേക്ക് വന്നു. വിശ്വാസത്തിന്റെ ആഗമനം എന്നാൽ ക്രിസ്തുവിന്റെ ആഗമനം എന്നാണ്. വിശ്വാസത്തിൽ നിന്ന് വരുന്ന അനുസരണം സ്വയം വെളിപ്പെടുത്തിയ ദൈവത്തിന് കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇതുവഴി മനുഷ്യൻ ദൈവത്തിന് സ്വയം എല്ലാം സമ്പൂർണമായി സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്രകാരം ദൈവിക വെളിപാട് ഹൃദയപൂർവ്വം അംഗീകരിക്കുകയും സമർപ്പിക്കുകയുമാണ്. വിശ്വാസം വ്യക്തിയുടെ മുഴുവൻ പ്രവൃത്തിയാണ്. ബുദ്ധിയും മനസ്സും അതിൽ ഉൾപ്പെടും. ദൈവവചനത്തോടുള്ള വിധേയത്വവും ദൈവത്തിലുള്ള ആശ്രയത്വവും ഒപ്പം വെളിപാടിന്റെ ഉള്ളടക്കം സ്വീകരിക്കുന്നതുമാണ് വിശ്വാസം. ആയതിനാൽ ക്രൈസ്തവൻ സ്വജീവിതം മുഴുവനും ദൈവത്തിന് അടിയറ വയ്ക്കുകയും സമർപ്പിക്കുകയും ചെയ്യണം. വിശ്വാസത്തിന് 2 വശങ്ങളുണ്ട്. 1. ക്രൈസ്തവ സന്ദേശം സ്വീകരിക്കുക. 2. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവകൃപയ്ക്ക് നാം സ്വയം സമർപ്പിക്കുക. മിശിഹായ്ക്കും അവിടുത്തെ ജീവിത രീതിക്കും നാം സ്വയം സമർപ്പിക്കേണ്ടതുണ്ട്. ക്രിസ്തുവിനെ സ്വീകരിക്കലും ക്രിസ്തുവിന് സമർപ്പിക്കലുമാണ് ക്രൈസ്തവ ജീവിതം. ദൈവം സ്വയം ദാനം ചെയ്യുന്നു. പ്രത്യുത്തരമായി മനുഷ്യൻ സ്വയം ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. വിശ്വാസവും വ്യക്തിസഭകളും. ക്രിസ്തുവിലുള്ള വിശ്വാസ സമർപ്പണത്തിൽ വിശ്വാസം സ്വീകരിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുക ഓരോ വ്യക്തിയുടെയും സഭാ സമൂഹത്തിന്റെയും കടമയാണ്. സഭ കാതോലിക്കമെങ്കിലും വിശ്വാസ സ്വീകരണത്തിലും ആചരണത്തിലും വൈവിധ്യം ദൃശ്യമാണ്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ അസ്തിത്വത്തിന്റെ ആചരണവും പ്രഘോഷണവുമാണ് ദൈവാരാധന. മിശിഹാ രഹസ്യമാണ് വിശ്വാസത്തിന്റെ കേന്ദ്ര ബിന്ദു. ഈ ദിവ്യ രഹസ്യത്തിന്റെ നിഗൂഢതയും അനന്യതയും പൂർണ്ണമായി പ്രകടിപ്പിക്കുക അസാധ്യമാണ്. ആധ്യാത്മികതയിലും വിശ്വാസാവതരണത്തിലും സ്വയം ഭരണത്തിലുമെല്ലാം വിവിധ സഭകൾക്ക് കത്തോലിക്ക സഭയിൽ സ്വാതന്ത്ര്യം നൽകപ്പെട്ടിരിക്കുന്നത് ഇക്കാരണത്താലാണ്. വിശ്വാസം ജീവിതബന്ധിയ ആചരിക്കുന്നതിനെയാണ് പ്രഘോഷിക്കുന്നത്. ഈ വീക്ഷണത്തിലേക്ക് നാം ഇനിയും വളരേണ്ടിയിരിക്കുന്നു. വിശ്വാസത്തിലുള്ള ഐക്യം വഴി സഭൈക്യം സാധ്യമാക്കുവാൻ കഴിയും. വൈവിധ്യമാർന്ന വിശ്വാസാനുഷ്ഠാനവും വളർച്ചയുമാണ് കത്തോലിക്ക സഭയുടെ സവിശേഷത. വിശ്വസ്തതയുടെ പലവിധ ഘടകങ്ങൾ ആണ് ആത്മാർത്ഥത, സത്യസന്ധത, സൂക്ഷ്മത, നീതി, നിഷ്കപടത്വം,
കൂറ്, വിശ്വാസം, വിധേയത്വം മുതലായവ. കുടുംബജീവിതത്തിൽ വിശ്വസ്തതയ്ക്കുള്ള സ്ഥാനം വലുതാണ്. ഇതുമൂലം ബന്ധങ്ങൾ സുദൃഢമാകും. വിശ്വസ്തതയിൽ വിധേയത്വം ഉൾക്കൊള്ളും. വ്യക്തിബന്ധങ്ങൾ വളരുന്നത് ഇവ മൂലമാണ്. സീനായി മലയിൽ വെച്ച് ദൈവം ഇസ്രായേലുമായി ഉടമ്പടി വെച്ചു. രണ്ടു ഭാഗത്തു നിന്നുള്ള ഉടമ്പടിയോടുള്ള വിശ്വസ്തത പരമപ്രധാനമാണ്. ഉടമ്പടിയോട് പുലർത്തുന്ന നീതിയും സത്യസന്ധതയുമാകുന്നു വിശ്വസ്തത. വിശ്വസ്തത എന്നാൽ അചഞ്ചല സ്നേഹം എന്നാണ്. നോഹയും അബ്രഹാമും ഇസഹാക്കും യാക്കോബും യോസഫും മോശയും മറ്റും വിശ്വസ്തത പുലർത്തുന്നവരുടെ ഉദാഹരണങ്ങളാണ്. ദൈവത്തിന്റെ വിശ്വസ്തത ദൈവത്തിൽ കൽപ്പിക്കപ്പെടുന്ന ഒരു വിശേഷണമാണ് വിശ്വസ്തത. ദൈവം തന്നെ വിശ്വസ്തനാകിയാൽ ദൈവത്തിന്റെ പ്രവൃത്തികളും വിശ്വസ്തമാണ്. ദൈവത്തിന്റെ വിശ്വസ്തത ആകാശങ്ങളെയും അതിജീവിക്കുന്നു. സങ്കീർത്തകർ പാടുന്നു, കർത്താവ് പാറയാകുന്നു. തിന്മ അറിയാത്തവനും വിശ്വസ്തനുമാണ് ദൈവം എന്ന് മോശ പ്രകീർത്തിക്കുന്നു. നിയമാവർത്തനം 32:4. ദൈവത്തോട് അപേക്ഷിക്കുന്നതിന്റെ അടിസ്ഥാനം തന്നെ ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. പ്രവാചകന്മാർ ദൈവത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ച് ഉറപ്പു നൽകും. അവിശ്വസ്തത കാട്ടുന്ന ജനത്തോട് പോലും ദൈവം വിശ്വസ്തനാണ്. സങ്കീർത്തനം 119, മിക്ക 7:20, ജെറമ്യ 32:41, ഏശയ്യ 49:6. വിശ്വസ്തത ആരാലും അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ല. ദൈവജന വിശ്വസ്തത തന്റെ അസ്തിത്വത്തിന് മനുഷ്യൻ ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ സൃഷ്ടാവിനോട് വിധേയത്വവും വിശ്വസ്തതയും പുലർത്തുവാൻ മനുഷ്യൻ ബാധ്യസ്ഥനാണ്. ഇസ്രായേൽ ജനത്തിന് പ്രത്യേകമായി ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തേണ്ട കടമയുണ്ട്. ജനത്തിന്റെ വിശ്വസ്തത എന്നാൽ നീതിബോധവും പരമാർത്ഥതയും ആത്മാർത്ഥതയുമെന്നാണ്. ദൈവത്തിന്റെ വിശ്വസ്തത എന്നാൽ അവിടുത്തെ അചഞ്ചല സ്നേഹമാണ്. ആത്മാർത്ഥതയോടെ വിശ്വസ്തത പുലർത്തുന്നവർ സമ്മാനാർഹരാണ്. ദൈവത്തിന്റെ വാഗ്ദാന പൂർത്തീകരണത്തിന് ജനത്തിന്റെ വിശ്വസ്തത നിദാനമാകും. സങ്കീർത്തനം 26:3, 111:8, ഉൽപ്പത്തി 1:2, ജോഷുവ 24:14. വിശ്വസ്തത രാജാവിനും പുരോഹിതനും പ്രസംഗകനും സേവകനും സന്ദേശവാഹകനും ജോലി ചെയ്യുന്നവനും എല്ലാവർക്കും ആവശ്യം ഉണ്ടായിരിക്കേണ്ട ഗുണമാണ്. മനുഷ്യർ തമ്മിലുള്ള വിശ്വസ്തത മനുഷ്യർക്ക് നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. 1 രാജാക്കന്മാർ 2:4, ദാനിയേൽ 6:4, ജെറമ്യ 23:28. അവിശ്വസ്തതയാൽ ദൈവത്തെ പ്രകോപിപ്പിക്കുന്ന ഒരു ജനതയെയാണ് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ കാണുന്നത്. കൽപ്പനകളുടെ ലംഘനങ്ങളെല്ലാം തന്നെ അവിശ്വസ്തതയെ ചൂണ്ടിക്കാണിക്കുന്നു. അവിശ്വസ്തത കാട്ടുന്നവരെ ദൈവം ശിക്ഷിക്കുന്നു. ഹോശേയ 4:1. അവിശ്വസ്തതയ്ക്ക് എതിരായും പ്രവാചകന്മാർ വിലപിക്കുകയും അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. നിയമാവർത്തനം 32:20. ആണയിടുന്നതും കള്ളം പറയുന്നതും കൊല്ലുന്നതും മോഷ്ടിക്കുന്നതും വ്യഭിചാരം ചെയ്യുന്നതും എല്ലാം അവിശ്വസ്തതയുടെ തെളിവുകളാണ്. പുതിയ നിയമത്തിൽ പുതിയ ഇസ്രായേലിനെ തിരഞ്ഞെടുക്കുവാൻ ദൈവം തന്റെ ഏകജാതനെ തിരഞ്ഞെടുത്ത് അയച്ചു. അവൻ നീതി പുലർത്തും. ദൈവത്തിന്റെ അചഞ്ചലമായ വിശ്വസ്തത ക്രിസ്തുവിലൂടെ വെളിപ്പെടുന്നു. ക്രിസ്തു തന്നെ വിശ്വസ്തനാകിയാൽ തന്നെ തന്നെ നിഷേധിക്കുവാൻ അവന് സാധിക്കുകയില്ല. 2 തിമോത്തി 2:13. ഇന്നലെയും ഇന്നും എന്നും അവൻ അചഞ്ചലനാണ്. പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ടാണ് ക്രിസ്തു വിശ്വസ്തത പുലർത്തിയത്. നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകിയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. തീർച്ചയായും മോശയേക്കാൾ വിശ്വസ്തനാണ് ഈശോ. എബ്രായർ 10:23, റോമ 11:29, ഏശയ്യ 42:1 മുതൽ. എല്ലാവരും അവരവരുടെ കർത്തവ്യങ്ങളിൽ വിശ്വസ്തരായിരിക്കണം. ക്രിസ്ത്യാനികൾക്കും ക്രിസ്തു ശിഷ്യന്മാർക്കും എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട ഗുണമാണ് വിശ്വസ്തത. ആത്മാവിന്റെ ദാനമാണ്. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ വലിയ കാര്യങ്ങളിലും വിശ്വസ്തനായിരിക്കും. ലൂക്ക 16:10 മുതൽ. പുതിയ നിയമത്തിൽ വിശ്വസ്തതയെ കർത്തവ്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. സേവകർ, പുരോഹിതർ, സാക്ഷികൾ, അധ്യാപകർ എല്ലാവരും തന്നെ അവരുടെ കർത്തവ്യങ്ങളിൽ വിശ്വസ്തരായിരിക്കണം. ക്രിസ്തു ശിഷ്യന്മാർക്കുണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ ഗുണമാണ് വിശ്വസ്തത. യഥാർത്ഥ സ്നേഹത്തിന്റെ ബഹിർസ്ഫുരണമാണ് വിശ്വസ്തത. യജമാനന്റെ സന്തോഷത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഭൃത്യന് വിശ്വസ്തത അത്യന്താപേക്ഷിതമാണ്. വിവാഹ ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും വിശ്വസ്തത ഒരു അത്യാവശ്യ ഘടകമാണെന്ന് പറയേണ്ടതില്ലല്ലോ. 1 കൊറിന്തോസ് 7:1 മുതൽ.
മുതൽ, എഫേസൂസ് 5:22 മുതൽ, 1 പത്രോസ് 3:1 മുതൽ. വ്യക്തിപരമായ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ദൈവത്തോട് നാം എല്ലായ്പ്പോഴും വിശ്വസ്തത പുലർത്തേണ്ടവരാണ്. വിശ്വസ്തത കുറവ് പല ദൗർബല്യത്തിനും അധഃപതനത്തിനും കാരണമാകും. വിശ്വസ്തതയെയും വിശ്വാസത്തെയും തകർക്കുന്ന സംഭവ ബഹുലമായ ഈ ലോകത്ത് ദൈവത്തോട് വിശ്വസ്തത പുലർത്തി ഈ ലോകത്തോട് പൊരുതി നാം ജീവിക്കേണ്ടതാണ്. വചനത്തിലൂന്നിയ ജീവിതം നമ്മെ വിശ്വാസത്തില് ഉറപ്പിക്കും.